എന്താ കാറ്റ്? എന്റെ മകളുടെ അമ്മ നീയായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചേനെ. ഇതെവിടുന്നാ? മാളു, മാളു സൈക്കിൾ ഓടിക്കാണോ? അല്ല, ഫ്ലൈറ്റ് ഓടിക്കുക. ആഹാ, അടിപൊളി തമാശയാണല്ലോ. മാളു, ദേ നോക്കിയേ, എന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നെന്ന് കണ്ടോ? എനിക്ക് കാണണ്ട. ഇത് മോൾക്കുള്ള സമ്മാനപ്പൊതിയാ. ദേ ഇത് വാങ്ങിയേ. എനിക്ക് ശ്രേയയുടെ സമ്മാനം വേണ്ട. അങ്ങനെ പറയില്ലേ മാളു. മാളുവിന് വേണ്ടിട്ട് ഞാനിത് പ്രത്യേകം വാങ്ങിച്ചതാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിക്ക് മാളു. പക്ഷേ മാളു ഈ പൊതി അഴിച്ചു നോക്കിയാ മാളുവിന് തീർച്ചയായും ഇഷ്ടപ്പെടും. എനിക്ക് താങ്ക്സും പറയും. ദാ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ എന്റെ സമ്മാനം മാളുവിന് ഇഷ്ടാവൂന്ന്. ഇഷ്ടായോ? മാളുവിന് ഞാൻ ഈ സമ്മാനം വാങ്ങി തന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട്. അവരോടൊപ്പം മാളുവിന് കൂട്ടുകൂടാൻ പറ്റിയ ഒരു കുട്ടിയുണ്ട്. അമൽ എന്നാ അവന്റെ പേര്. അവര് വരുമ്പോ മോള് കുറുമ്പ് കാട്ടി അവരോട് വഴക്കിനൊന്നും പോവരുത്. മോൾ അവരോട് വഴക്കിന് പോവോ? ഈ കുട്ടിപ്പിശാശ് അലമ്പക്കാതിരുന്നാ മതിയായിരുന്നു. എപ്പോഴാ ഇതിന്റെ നിറം മാറുന്നതെന്ന് ആർക്കറിയാം. എന്റെ ഈശ്വര രക്ഷിക്കണേ. എന്റെ പ്ലാനും പദ്ധതിയും നടപ്പാക്കി തരണേ. നീ എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ശ്രേയയും മോളും സംസാരിച്ചു നിൽക്കുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ അമ്മയും മോളും സംസാരിക്കുന്ന പോലെ തന്നെയാ എനിക്ക് തോന്നിയത്. ഇനിയുള്ള കാലം ഞങ്ങൾ അമ്മയും മോളുമായിട്ട് ഈ വീട്ടിൽ ജീവിക്കേണ്ടവരാണല്ലോ. അതുകൊണ്ട് നിനക്കങ്ങനെ തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ മാളു അതിപ്പോഴും അംഗീകരിച്ചില്ലല്ലോ. അതാ എനിക്ക് വിഷമം. അതോർത്ത് നീ വിഷമിക്കണ്ട. മാളു എന്നെ അംഗീകരിച്ചോളൂ. പക്ഷെ അതിന് നിന്റെ സഹായം എനിക്ക് എപ്പോഴും ഉണ്ടാവണം. എന്റെ സഹായം ചെയ്യാനും ഞാൻ എപ്പോഴും റെഡി. എല്ലാരും സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് എത്രേ ആഗ്രഹമുള്ളൂ. ഗംഗി, നീ ശ്രേയെ സഹായിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ നീ ചതിയിൽ പെടാതെ നോക്കിക്കോണം. ആ പിന്നെ എന്റെ ഫ്രണ്ടും ഫാമിലിയും അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ സീമയെ നീ സഹായിക്കാൻ വേണം. എല്ലാവർക്കും സഹായം ചെയ്യലാണല്ലോ എന്റെ പണി. ഞാൻ ചെയ്തോളാം. നിന്നെ ഉപയോഗിച്ച് ഞാൻ മാളുവിനെ കൺട്രോൾ ചെയ്ത് എന്റെ വരുതിയിലാക്കോടി. ഇവള് നിന്നെ ഉപയോഗിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മോനെ വാ.
നമസ്കാരം. നിങ്ങൾ ഉടനെ എത്തുമെന്ന് ശ്രേയിച്ച് പറഞ്ഞിരുന്നു. നീ ആരാ? ഇവിടെ പുതുതായി വന്ന വേലക്കാരിയാ? കയറി വരൂ. നിഹ, ശ്രേയ, വഴിയിൽ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു, അതാ താമസിച്ചത്. വില കൂടിയ കാറുകളൊന്നും ഈ പൊളിഞ്ഞ റോഡിൽ ഓടിക്കാൻ കൊള്ളില്ലെന്നേ. വെറുതെ വണ്ടി വാങ്ങി കാശ് കളഞ്ഞു അല്ലേ ഹരി? യെസ് യെസ്. പക്ഷേ നമ്മുടെ സ്റ്റാറ്റസിലുള്ള കാറിൽ തന്നെ യാത്ര ചെയ്യണ്ടേ? ആ, അത് നേരെ. ഇതാണ് മഹിയേട്ടൻ, എന്റെ ഭാവി വരെ. ആ, ഹലോ മഹി. മെയ്ഡ് ഫോർ ഈച്ച് അതർ. അടിപൊളി ജോഡിയാ അല്ലേ ഹരി? റിയലി. ഹോ, എന്റെ മഹി, എന്റെ കല്യാണക്കാലത്ത് ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താൻ എത്ര കഷ്ടപ്പെട്ടെന്നോ. ഒരു 10,000 പേരെ തള്ളിക്കളഞ്ഞിട്ടാ ഞാൻ ഈ ഹരിയെ സെലക്ട് ചെയ്തത്. അതെ അതെ, ഞാൻ നല്ല ഹാൻസം ആയിരുന്നു. ഇപ്പൊ ഒരല്പം വീക്കാണല്ലോ, എനിക്കും തോന്നി. പ്രായം കൂടുമ്പോ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കുറയും, അത് സ്വാഭാവികമല്ലേ? ഏയ്, എനിക്കേ മഹി പറഞ്ഞ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറില്ല മഹി. അതെ, നിങ്ങൾ ഭാവി വരനും വധുവും ഒന്ന് ചേർന്ന് നിന്നാ ഞാൻ ഫോട്ടോ എടുത്ത് എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ചില്ലിശ്രേയ, ചെന്ന് നിക്ക്. നിഹായികയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാ ഉള്ളത്. ഇതേതാ ജോഡികളെന്നും ചോദിച്ച് ഇപ്പൊ അന്വേഷണം വരും. മറുപടി പറഞ്ഞ് ഞാൻ മടുക്കും. എന്തായാലും നിങ്ങൾ രണ്ടാളും പ്രശസ്തരാവും. ആഹാ, മാളു, ഇതാണ് അമൽ. മാളുവിന്റെ ഫ്രണ്ടാക്കാൻ പറ്റിയ ആളാണ് അമൽ. ഫ്രണ്ടാക്കാൻ പറ്റിയ സാധനം ഇവനിട്ട് ഞാൻ ഇന്ന് പണി കൊടുക്കും. ഹലോ മാളു. എന്നാ മാളു, അമലിനെയും കൂട്ടി മാളുവിന്റെ മുറി പേരുന്ന് കളിച്ചോ. നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാമല്ലോ. ഗംഗെ കൂടെ ചെല്ല്. വാ വാ പോവാ. ഇന്റീരിയർ ഡിസൈൻ ഒക്കെ വളരെ മോശമാ. ഞങ്ങൾ 6 മാസം കൂടുമ്പോ റിനോവേഷൻ ചെയ്യും അല്ലേ ഹരി? യെസ് യെസ്. നിഹാരികയ്ക്ക് എപ്പോഴും ചേഞ്ച് വേണം. ഇതാ മാളുവിന്റെ റൂം. രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരുന്ന് കളിക്കണം. ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നിങ്ങൾ നല്ല കൂട്ടുകാരായിരിക്കണം. ഗംഗ പൊയ്ക്കോ, ഞങ്ങള് കളിച്ചോളാം. ശരി. ഈ മുറി സൗണ്ട് പ്രൂഫാ. കഥ അടച്ച പിന്നെ ഒരു ശബ്ദം പുറത്തോട്ട് കേക്കില്ല. അത് കൊള്ളാലോ. നിനക്കെന്റെ കളിപ്പാട്ടങ്ങളൊക്കെ കാണണ്ടേ? വാ. ഹായ്, എന്തോരം കളിപ്പാട്ടങ്ങളാ. ഇനിയും ഉണ്ട്, കാണണോ? ഓ, എനിക്ക് നിന്റെ പകുതി പോലും ഇല്ല ടോയ്സ്. ഇത് കണ്ടോ, ഇതാണ് എന്റെ വെപ്പൺ. നോക്കട്ടെ. നോ,
ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. അതെന്താ കൊടുക്കാത്തത്? കൊടുക്കില്ല, അത്ര തന്നെ. എനിക്ക് വേണം. തരില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം മേടിക്കാൻ. വാങ്ങാൻ അറിയാം എനിക്ക്. വിടാനല്ല പറഞ്ഞത്. വിട്. താ. വിട്. തരില്ലെന്ന് പറഞ്ഞില്ലേ? വിട്. വിടാൻ. വിട്. അമ്മ. എന്റെ കളിപ്പാട്ടം. വേണ്ട. ദാ, തിളയ്ക്കുന്ന വെള്ളത്തിലേ 2 തുളസിയില കൂടി ഇട്ടാ ചായക്ക് കിടു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ തേയില ഇടണ്ടേ? എന്റെ സീമേച്ചി, തേയിലിടാതെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ഓ, വേണ്ട. വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഗംഗേ, അവിടെ മാളു അമലും തമ്മിൽ വലിയ വഴക്ക് നടക്കുക. അമല് മാളുവിനേക്കാൾ വികൃതിയുള്ള കുട്ടിയാ. നീ അങ്ങോട്ട് ചെല്ല്. അല്ല, അപ്പൊ തുളസിയില ഇടണ്ടേ? ആ, ഞാൻ പോയി പറിച്ചോണ്ട് വരാം. ഗംഗേ, ഗംഗേ, നീ പെട്ടെന്ന് മാളുവിന്റെ മുറിയിലേക്ക് ചെല്ല്. അവക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും. മാളു, അത് എടുക്കരുത്. ഇതെന്റെ അമ്മയാ. താരാനല്ലേ പറഞ്ഞത്? എനിക്ക് താരാനല്ലേ പറഞ്ഞത്? മോളെ മാളു. അയ്യോ, മാളു. അമ്മലേ, ആരെങ്കിലും ഒന്ന് വരണേ. ടിഷ്കു ടിഷ്കു. ആരെങ്കിലും ഒന്ന് വരണേ. ടിഷു ടിഷു. നിങ്ങളുടെ വിവാഹം എന്നത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നല്ലൊരു നാളും സമയമൊക്കെ ഒത്തുവരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന നിങ്ങൾക്ക് രണ്ടാൾക്കും വയസ്സായി പോയില്ലേ? ഞങ്ങൾക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. നേരത്തെ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ചുമതലകൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആരെങ്കിലും ഒന്ന് വരൂ. അയ്യോ, ഓടി വാ. എന്റെ മോള്, എന്റെ മോള്, എന്റെ മോള്. ഗംഗേ, 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 ഛോ, ഗംഗേ. അയ്യോ, അയ്യോ. ഇത് മാളുന്റെ പാവയാണല്ലോ. മാളിവിടെ എന്റെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒന്ന് പോയി നോക്കാം. തുറക്ക്. ആരെങ്കിലും ഒന്ന് തുറക്കോ? അമ്മലേ, ഒന്ന് തുറക്ക്. മോനെ, എഴുന്നേക്ക്. ടിഷ്കു ടിഷ്കു. ഗംഗ, ഒന്ന് തുറക്ക്. ശ്വാസം കിട്ടുന്നില്ല എന്റെ കുഞ്ഞിന്. എണീക്ക്. ഗംഗ, ഗംഗ, വാ ഗംഗ. അമ്മലേ, അമ്മലേ, അമ്മലേ. എഴുന്നേക്കാൻ. ഗംഗേ, മാളു ഈ പെട്ടിക്കകത്തുണ്ട്. അവളെ ഒന്ന് തുറന്നു വിട്. ആരെവിടുന്ന് പാവ എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞത്? അയ്യോ, ഞാനല്ല. ഇവിടെ ഉണ്ട്. മാളു ഇവിടെ. മാളു ഇവിടെ ഉണ്ട്. അവളെവിടെ ഒളിച്ചിരിക്കുക? അയ്യോ, ഗംഗേ, മാളു ഈ പെട്ടിക്കകത്തുണ്ട്. ഈ പെട്ടി വേഗം തുറന്നില്ലെങ്കിൽ മാളുവിന്റെ ജീവൻ അപകടത്തിലാവും. ഗംഗേ, ഗംഗേ. അയ്യോ ഗംഗേ, മാളു. അയ്യോ. തുറക്ക്.
മാവേലിക്കര എവിടെയാ സ്ഥലം? പ്രോപ്പർ മാവേലിക്കരയല്ല, കായംകുളം പോകുന്ന വഴിക്ക്. താങ്ക് യു. സൂക്ഷിച്ച്. ശ്ശേ. എന്താ നീ കാണിച്ചത്? അതിഥികൾക്ക് ചായ കൊടുക്കുന്നത് ഇങ്ങനെയാണോ? നീ എന്താ കാണിച്ചത് ഗംഗെ? കുടിക്കാനുള്ള ചായ ഡ്രസ്സിലാണോ ഒഴിക്കുന്നേ? ഞാൻ അറിയാതെ. എന്തറിയില്ലെന്ന്? നിഹാരികയുടെ വസ്ത്രത്തിൽ ചായ ഒഴിച്ചതും പോരാ, നിന്ന് ന്യായീകരിക്കുന്നോ? അറിയാതെ ഒന്ന് തുളുമ്പിപ്പോയതാ. അറിയാതെ പറ്റിപ്പോയതല്ലേ, അവളോട് ക്ഷമിക്ക്. വേലക്കാരികളോട് ക്ഷമിച്ചാലേ പിന്നീട് അവര് തലക്കേറി അങ്ങ് നിരങ്ങും. വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നത് അവളുടെ ഒരു നമസ്കാരം പറച്ചിലും കുഴഞ്ഞാട്ടവും. വേലക്കാരികളെ നിർത്തേണ്ടടുത്ത് നിർത്തണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ വീട്ടിലെ 2 വേലക്കാരികളെ മാനേജ് ചെയ്യുന്നവളാ ഞാൻ. മതി, നിർത്ത. ഗംഗയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഇതൊക്കെ ആർക്കും എപ്പോഴും പറ്റാം. അതിനെങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? എന്റെ ഡ്രസ്സിൽ ചായ ഒഴിച്ചതും പോരാ, ഞാൻ ദേഷ്യപ്പെട്ടതാണോ തെറ്റ്? നല്ല വിലയുള്ള സാരി ഇത്. ഇതില് ചായക്കറ പറ്റിയാലുള്ള വിഷമം എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ ഇവിടെ വേലക്കാരികൾ പറയുന്നതാണോ വലുത്? വേലക്കാരി വേലക്കാരി എന്താ? വീട്ടു ജോലിക്കാരും മനുഷ്യരല്ലേ? ഗംഗ ഇവിടുത്തെ വേലക്കാരി അല്ല. ഇവിടുത്തെ വേലക്കാരികളെല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ ഗംഗയെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ അച്ഛന്റെ കുടുംബത്തിലെ കാര്യസ്ഥന്റെ മകളാണ് ഗംഗ. കാര്യസ്ഥൻ മാത്രമായിരുന്നില്ല, അടുത്ത സുഹൃത്തുമായിരുന്നു ഞങ്ങളുടെയൊക്കെ അങ്കിൾ. നിഹാരികയ്ക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? മഹിയേട്ട, അന്തസ്സായി പെരുമാറുന്ന അതിഥികളെ വേണം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിക്കാൻ. മോനെ, അത് മിണ്ടരുത്. ഓഹോ, അപ്പൊ ഞങ്ങൾ അന്തസ്സില്ലാത്തവരാണെന്നാണ് മാഹി പറയുന്നത്? വസ്ത്രധാരണത്തിലല്ല, പെരുമാറ്റത്തിലാണ് അന്തസ് കാണിക്കേണ്ടത്. ഇവിടെയുള്ളവരുടെ അന്തസ്സും ആതിഥേയത്വം ഒക്കെ ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. എന്താണ് നിങ്ങളുടെ കുടുംബ മഹത്വമൊന്നും പിടികിട്ടി? ദേ, ഞങ്ങളുടെ കുടുംബമഹത്വത്തെ കുറിച്ചൊന്നും നീ ഇവിടെ പ്രസംഗിക്കണ്ട. അപമാനിക്കാനാണോടി നീ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുവോ അത്രയും സമാധാനം ഈ വീട്ടിലുണ്ടാവും. മോനെ, ഒന്ന് എഴുന്നേക്ക്. ടിഷ്കു ടിഷ്കു എന്റെ മോള് ശ്വാസം കിട്ടാതെ ഇതിനകത്ത് കിടക്കുക. ടിഷ്കു ടിഷ്കു ടിഷ്കു. ഈ കുട്ടിയെ ഞാൻ എന്തെങ്കിലും ചെയ്താ ഇവൻ പേടിച്ച് വിരണ്ടു പോവും. എന്റെ മോളെ രക്ഷിക്കാൻ ഇപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയ്യോ അമ്മ, അയ്യോ അമ്മ, അമ്മ മോളെ, മോള്. അയ്യോ അമ്മ, 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 ആ ആ ആ, അയ്യോ അമ്മ, ആ ആ, അമ്മ ഓടി വാ. ആ ആ, മോളു, മോളെ. അമ്മ. മോളു. അയ്യോ, അമലിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്.
അയ്യോ. മോളെ എനിക്ക് അയ്യോ. മാളു മാളു മോളെ അയ്യോ മോനെ മോനെ മാളു മോളെ